ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ യുദ്ധതന്ത്രങ്ങളിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തണമെന്ന് നമ്മുടെ സൈനിക വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശൂൽ എന്ന പേരിൽ കര വ്യോമ നാവിക അഭ്യാസങ്ങൾ നമ്മളിപ്പോൾ നടത്തുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തി മേഖലകളിലൊക്കെയാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഥാർ മരുഭൂമി മുതൽ സർക്രീക്ക് വരെ അറബിക്കടലിലെല്ലാം തന്നെ ഈ അഭ്യാസ പ്രകടനം നടത്തുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരെ നിന്ന് വെല്ലുവിളിക്കാനായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ചൈന നിർമ്മിച്ച് നൽകുന്ന 8 നൂതന ഹാങ്കോർ അന്തർവാഹിനികൾ പാകിസ്ഥാൻ്റെ സൈനിക ശേഖരത്തിലേക്ക് എത്തുന്നു. ഇതിൽ ആദ്യത്തെ ഹാങ്കർ അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം പാകിസ്ഥാൻ ലഭിക്കും. അങ്ങനെ വരുന്നതോടുകൂടി അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെയുള്ള ഇന്ത്യൻ നേവിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ അവർക്ക് സാധിക്കും. കൂടാതെ ഏതാണ്ട് $5 ബില്യൺ ചെലവിലുള്ള ഒരു കരാർ പ്രകാരം ചൈനയും പാകിസ്ഥാനും സംയുക്തമായിട്ട് 8 അത്യന്താധുനിക ബോട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. 4 പാകിസ്ഥാനിലും 4 ചൈനയിലും. അങ്ങനെ ഇന്ത്യൻ നേവിക്ക് വലിയ വെല്ലുവിളിയായിട്ട് പാകിസ്ഥാൻ മാറും. അപ്പോൾ ചൈന നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നൽകുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം ലഭിക്കുമെന്ന് പാകിസ്ഥാൻ നാവികസേനാ മേധാവിയായിട്ടുള്ള അഡ്മിറൽ നവീദ് അഷ്റഫ് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി എന്നൊക്കെ പറയുമ്പോൾ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോഴും 2 ദിവസം കൂടുമ്പോൾ ഈ ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് ഓക്സിജൻ വേണം. അതിന് ജലോപരിതലത്തിലേക്കൊക്കെ വരണം. പക്ഷേ ആണവ അന്തർവാഹിനിയാണെങ്കിൽ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടക്കാൻ കഴിയും. അപ്പോൾ ചൈനയുമായിട്ട് സഹകരിച്ച് അത്തരത്തിലുള്ള അന്തർവാഹിനികളൊക്കെ വാങ്ങി പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ആണവ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളും ചൈന പാകിസ്ഥാന് നൽകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. അതായത് 2 ദിവസങ്ങൾ കൂടുമ്പോൾ അന്തർവാഹിനി ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് ജലോപരിതലത്തിലേക്ക് എത്തുന്നു. ഇതുകൂടാതെ അതിന് സമാനമായിട്ടുള്ള ചില ബോട്ടുകളുടെ നിർമ്മാണവും ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്നു. ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന സൈനിക അഭ്യാസ പ്രവർത്തനങ്ങൾ ഞങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ തൃശൂൽ എന്ന് പറയുന്ന ഈ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത് ശരിക്കും പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. ഇവിടെ ചൈന പാകിസ്ഥാന് പുതിയ അന്തർവാഹിനികൾ നൽകുന്നു എന്ന വാർത്തയൊക്കെ വരുന്ന സമയത്ത് തന്നെ ഇന്ത്യ മറ്റൊരു എക്സസൈസ് കൂടി പ്രഖ്യാപിക്കുന്നു. അതായത് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പൂർവ്വ പ്രചണ്ഡ് മണ്ഡൽ പ്രഹർ എന്ന പേരിൽ ഒരു പുതിയ അഭ്യാസ പ്രകടനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ പൂർവ്വ പ്രചണ്ഡ് പ്രഹർ എന്ന രീതിയിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ അത് ചൈനയ്ക്ക് കൂടിയുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 മുന്നണികൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താനോ യുദ്ധം നടത്താനോ ഞങ്ങൾക്ക് സാധിക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ തൃശൂൽ അഭ്യാസം കഴിഞ്ഞ്, അതായത് ഒക്ടോബർ 30 ആരംഭിച്ച് നവംബർ 10 വരെയാണ് തൃശൂൽ എന്ന പേരിൽ കര വ്യോമ നാവിക അഭ്യാസം നമ്മൾ നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ നവംബർ 11 തന്നെ അടുത്ത അഭ്യാസ പ്രകടനം ആരംഭിക്കുകയാണ്. 11 മുതൽ 15 വരെ ചൈനയുടെ ബോർഡറിൽ, അതായത് ഈ കിഴക്കൻ മേഖലയിലാണ് നമ്മുടെ ഈ അഭ്യാസ പ്രകടനം എത്തുന്നത്. എന്തായാലും ഈ പാകിസ്ഥാൻ ഇപ്പം നമ്മളെ വെല്ലുവിളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു സൈനിക ശക്തിയൊക്കെ ഞങ്ങൾക്ക് മുമ്പിൽ വലിയ ഭീഷണിയൊന്നുമല്ല, നിങ്ങളെ ഞങ്ങൾ എതിരിടുമെന്നൊക്കെ പറയുന്നു. കാരണം പാകിസ്ഥാൻ ഭരണത്തിൽ വലിയ അസ്ഥിരത നിലനിൽക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. അപ്പോൾ ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങളിതാ വെല്ലുവിളിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പുതിയ നിലപാടൊക്കെ സ്വീകരിക്കുന്നത്. അവരുടെ പബ്ലിക് റിലേഷൻ വിഭാഗം, അതായത് ആർമിയുടെ PR ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ്റെ ഡയറക്ടറുണ്ട്, ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി. അദ്ദേഹം റാവൽപിണ്ടിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇന്ത്യ ഇതുവരെ കാണാത്ത യുദ്ധതന്ത്രങ്ങളാണ് ഇനി പാകിസ്ഥാൻ പുറത്തെടുക്കാൻ പോകുന്നത്. ഞങ്ങളെ വെല്ലുവിളിച്ചാൽ അതിൻ്റെ ഫലം എന്താണെന്ന് ഇനി ഇന്ത്യ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളോ പ്രതിരോധ മന്ത്രാലയമോ ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇതൊക്കെ തന്നെ ആളുകളെ പറ്റിക്കാനായിട്ടുള്ളതാണ്, ഇന്ത്യയുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രമാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഈ പസഫിക് മേഖലയിൽ അടക്കം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും കൂടെ കൈകോർക്കുന്നുണ്ട്. അതിന് പകരമായിട്ടാണോ ഇപ്പോൾ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പാകിസ്ഥാൻ നമ്മുടെ സൈനിക അഭ്യാസത്തെ ജാഗ്രതയോടെ നോക്കിക്കാണുകയാണ്, സംശയമില്ല. പക്ഷേ ഇപ്പോൾ ചൈനയും അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് വരുന്നത്. കാരണം ചൈനയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ പൂർവിക് പ്രചണ്ഡ് പ്രഹർ എന്ന പേരിൽ നമ്മൾ സൈനിക അഭ്യാസം നടത്തുമെന്ന് ഈസ്റ്റേൺ കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അതായത് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് 30 കിലോമീറ്റർ അകലെയുള്ള മെയ്ചുകെ, അതായത് അരുണാചൽ പ്രദേശിലെ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് നമ്മൾ ഈ അഭ്യാസ പ്രകടനം നടത്തുന്നത്. സംയുക്ത പോരാട്ടശേഷി, ഏകോപനം, ഉയർന്ന തരത്തിലുള്ള യുദ്ധസന്നദ്ധ എന്നിവയുടെ യഥാർത്ഥ പരിശീലനമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗം. അങ്ങനെ ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയും അമേരിക്കയും പോലെയുള്ള വൻ രാജ്യങ്ങളൊക്കെ നടത്തുന്ന നീക്കമാണ്. അതിന് സമാനമായ നീക്കത്തിലേക്ക് നമ്മളും കടന്നു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സേന, നമ്മുടെ സായുധ സേന മുഴുവനായിട്ട് അരുണാചൽ പ്രദേശിലെ ഉയർന്ന പർവ്വതനിരകൾ ഉൾപ്പെടുന്ന മെച്ചുക മേഖലയിലേക്ക് പോവുകയാണ്. ഇത് ചൈനയുടെയും തിബറ്റിൻ്റെയും ഒക്കെ ഏതാണ്ട് അതിർത്തിയായിട്ട് വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖല. അപ്പോൾ പൂർവി പ്രചണ്ഡ് പ്രഹാർ എന്ന പേരിൽ നമ്മളൊരു സൈനിക അഭ്യാസം നടത്തുമ്പോൾ അവിടെയും കര വ്യോമസേനകളുടെയൊക്കെ തന്നെ വലിയൊരു സാന്നിധ്യമുണ്ടാകും. മുമ്പ് നമ്മൾ 2023 ഭാല പ്രഹാർ എന്ന പേരിലും 2024 പൂർവി പ്രഹാർ എന്ന പേരിലും 2 സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് ചൈന നൂതന ഹാങ്കോർ അന്തർവാഹിനികൾ നൽകുന്ന ഒരു യുദ്ധപ്രഖ്യാപനത്തിന് മറുപടി അതാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. കാരണം ഫസ്റ്റ് ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം തന്നെ കിട്ടുമെന്നും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെ തന്നെ ഈ അവരുടെ പട്രോളിങ്ങിനെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ തന്നെ ഇത് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചൈന നമ്മുടെ തന്ത്രപ്രധാനമായ പ്രദേശം എന്ന് കരുതുന്ന, അവർ ദക്ഷിണ ടിബറ്റ് എന്ന് വിളിക്കുന്ന മേഖല, അതാണ് ഈ പറയുന്ന മെച്ചുക എന്ന് പറയുന്നത്. ആ മേഖലയിൽ നമ്മൾ വലിയ സൈനിക അഭ്യാസം നടത്താനായിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ 6 സെൻസിറ്റീവ് ഏരിയ, അതുപോലെ തന്നെ തർക്കപ്രദേശങ്ങൾ, 4 ഉയർന്ന സെൻസിറ്റീവ് മേഖലകൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ മെച്ചുക എന്ന് പറയുന്നത്. 1962 യുദ്ധത്തിന് ശേഷം നമ്മൾ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിട്ടാണ് ഈ മേഖലയെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൈന എപ്പോഴും പറയുന്ന അരുണാചൽ പ്രദേശ് മുഴുവൻ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ സ്വന്തമാണ്. ദക്ഷിണ ടിബറ്റ് എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. ചൈനീസ് ഭാഷയിൽ സാങ്നാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ആ മേഖലയിലേക്ക് ഈ കര വ്യോമ മേഖലയിൽ മാത്രമല്ല കടൽ മേഖലയിൽ ഉടനീളം ചേർന്ന് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ചൈനയ്ക്ക് കൂടി നമ്മൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മഹേന്ദ്ര റാവത്ത് പറയുന്നു, പ്രത്യേക സേന, ആളില്ലാത്ത പ്ലാറ്റ്ഫോമുകൾ, കൃത്യതയുള്ള ആയുധങ്ങൾ, നെറ്റ്വർക്ക് ചെയ്ത ഓപ്പറേഷൻ സെൻറ്ററുകൾ എന്നിവയുടെയൊക്കെ സംയുക്ത പരിശീലനം, അതായത് റിയൽ ഓപ്പറേഷൻ ഫീൽഡിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഒരു പരിശീലനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ നിരീക്ഷണം നടത്തുന്നു, മൊബിലിറ്റി, പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ തുടർച്ചയായി ശക്തിപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ചൈനയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അപ്പം ഇന്ത്യയുടെ സമഗ്രമായ ഒരു തന്ത്രം ഒരേ സമയം പാകിസ്ഥാനെതിരെയും ഒരേ സമയം ചൈനയ്ക്കെതിരെയും നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കിഴക്കൻ പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്ന ഈ അഭ്യാസ പ്രകടനത്തിലൂടെ പാകിസ്ഥാനും വലിയൊരു മുന്നറിയിപ്പ് നമ്മൾ നൽകുകയാണ്. കാരണം നിങ്ങളെ സഹായിക്കുന്ന ചൈനയാണെങ്കിൽ ചൈനയും ഞങ്ങൾ പോയി വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ അറേബ്യൻ സീയിൽ വന്നിട്ട് വെടിവയ്പ്പ് പരിശീലനം നടത്താനായിട്ട് നോട്ടാം, അതുപോലെ തന്നെ നവാരി തുടങ്ങിയ മുന്നറിയിപ്പൊക്കെ പാകിസ്ഥാൻ നൽകുന്നു. അതായത് ഇന്ത്യ സൈനിക അഭ്യാസ പ്രകടനം നടത്തിയാൽ ഞങ്ങളും ഇത്തരം അഭ്യാസ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് അതിന് ശക്തിയുണ്ടെന്ന് സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം, ലോകത്തിനെയും ബോധ്യപ്പെടുത്തണം. അതിനുള്ള നീക്കമാണ്. എന്തായാലും ഈ തൃശൂൽ അഭ്യാസ പ്രകടനം, പൂർവ്വ പ്രചണ്ഡ് പ്രഹാർ അഭ്യാസ പ്രകടനം എന്നിങ്ങനെ 2 എക്സസൈസുകൾ 2 മുന്നണികൾക്കെതിരെ ഒരേ സമയം നടത്തുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിന് മുമ്പിൽ നമ്മുടെ സൈനിക ശക്തി എത്രത്തോളം വലുതാണെന്ന് വെളിപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. എന്തായാലും കിഴക്കൻ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നേരിടാനായിട്ട് പടിഞ്ഞാറൻ മേഖലയിലെ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റം അടക്കമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മളിങ്ങനെ സംയുക്ത സൈനിക അഭ്യാസ പരിപാടി നടത്തുകയാണ്. എന്തായാലും ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇത് വെറും പ്രതീകാത്മകമല്ല, മറിച്ച് സജീവമാണെന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ്. പാകിസ്ഥാന് ചൈന സൈനികപരമായിട്ട് സഹായം നൽകുന്നു, അന്തർവാഹിനി നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ സൈനിക വ്യാപാര കരാറുകൾ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ ഈ പൂർവ്വ പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ സൈനിക ശക്തി വ്യക്തമാക്കാനുള്ള നീക്കത്തിലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈനിക അഭ്യാസ പരിപാടികളുടെ ഒരു സീസണിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.